സിനിമാ മേഖലയിലേക്ക് പലരെയും കൊണ്ടുവരുമ്പോൾ പലപ്പോഴും മമ്മൂട്ടി തന്നെ ഇന്നലെ പങ്കുവച്ചതുപോലെ എന്നെ കണ്ടെത്തിയത് MD അല്ലേ എന്ന സംശയം മമ്മൂട്ടി സ്വയം പങ്കുവയ്ക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ മമ്മൂട്ടിയുടെ ഭാവതലങ്ങളും മമ്മൂട്ടിയുടെ റേഞ്ചും കൃത്യമായി അടയാളപ്പെടുത്താനും അതിന് സാധ്യതയും തിരിച്ചറിഞ്ഞ MD എന്ന കഥാകൃത്തിനെയാണ് നമുക്ക് ഓർത്തെടുക്കാനാവുക. MDയുടെ സംഭാഷണങ്ങളിലും സംഭാഷണ രീതികളിലും MDയുടെ സൃഷ്ടികളുടെ സംഭാഷണ രീതികളിലുമെല്ലാം ഇപ്പോൾ മമ്മൂട്ടി കഥാപാത്രങ്ങൾ പലപ്പോഴും അറിയാം. മമ്മൂട്ടിക്ക് വീരാരാധന ഉണ്ടായത് പോലും അദ്ദേഹത്തിൻ്റെ പല സിനിമകളിലെയും സംഭാഷണ ശൈലികളും സംഭാഷണവുമാണ്. അതിൻ്റെ സൃഷ്ടി ആര് എന്നതിലേക്ക് കൂടി ചിന്തിക്കുമ്പോൾ അത് MD എഴുതിയത് ഒരു പക്ഷേ മമ്മൂട്ടിയെ മുന്നിൽ കണ്ടുകൊണ്ടാണോ, അല്ലെങ്കിൽ ആ കഥാപാത്രത്തിന് അത്തരമൊരു ഭാവതലങ്ങൾ കണ്ടപ്പോൾ അത് അഭ്രപാളികളിൽ പകർത്തേണ്ട ആര് എന്നത് MD നേരത്തെ തിരിച്ചറിഞ്ഞിരുന്നു. അതാണ് മമ്മൂട്ടിയും സംശയം പ്രകടിപ്പിച്ചത്. അങ്ങനെയായിരുന്നു MD. അങ്ങനെ MD സിനിമയിലേക്കും കണ്ടവർ നിരവധിയാണ്. മുകുന്ദൻ ഇപ്പോൾ വീട്ടിൽ സന്ദർശനം നടത്തി മടങ്ങുകയാണ്. മാതൃഭൂമി പീരിയോഡിക്കൽസിൻ്റെ പത്രാധിപരായി 2 വട്ടം അദ്ദേഹം ഇരുന്നിട്ടുണ്ട്. ഈ കാലഘട്ടത്തിലൊക്കെ പുതിയ എഴുത്തുകാരെ അങ്ങോട്ട് വിളിച്ച് പ്രോത്സാഹിപ്പിക്കുക എന്നത് അദ്ദേഹത്തിൻ്റെ ശൈലിയായിരുന്നു. അങ്ങനെ ആ അനുഭവം പങ്കുവെച്ച നിരവധി ആളുകളുണ്ട്. അങ്ങനെ എല്ലാവർക്കും ഇടം നൽകുക, അത് സിനിമയിലും പ്രകടമായി. നമ്മൾ നേരത്തെ പരാമർശിച്ചു, സാഹിത്യരംഗത്തേക്കും അത് അദ്ദേഹത്തിൻ്റെ സാധ്യതകൾ അദ്ദേഹം ഉപയോഗപ്പെടുത്തി എന്നതാണ് MDയെ വ്യത്യസ്തനാക്കുന്നത്. സ്വന്തം കൈപ്പടയിൽ എഴുത്തുകൾ എഴുതുന്ന പത്രാധിപർ എന്നൊരു പ്രത്യേകത അദ്ദേഹത്തെ അനുസ്മരിച്ച് പലരും പങ്കുവെച്ച ഒരു കാര്യം കൂടിയാണ്. നേരത്തെ അടൂർ ഗോപാലകൃഷ്ണൻ പങ്കുവെച്ചതുപോലെ സിനിമയിൽ നിരവധി അവാർഡുകൾ വാങ്ങിയ നിരവധി പ്രതിഭ തെളിയിച്ച വ്യക്തിയാണ് അടൂർ ഗോപാലകൃഷ്ണൻ്റെ സിനിമകളെ MDയുടെ സിനിമകളെയും താരതമ്യം ചെയ്യുമ്പോൾ 2 വ്യത്യസ്തത പ്രകടമാണ്. ഒരുപക്ഷെ അടൂർ കൈകാര്യം ചെയ്തിരുന്ന ഒരു ഭാവതലത്തിലല്ല MDയുടെ തിരക്കഥകൾ മറ്റൊരു രൂപത്തിലാണ് അവതരിക്കപ്പെട്ടത്. ഒരുപക്ഷെ ഇതിനാണ് ഏറ്റവും സ്വീകാര്യതയുള്ളത് എന്ന ചോദ്യത്തിന് പ്രേക്ഷകർ തന്നെ വിലയിരുത്തേണ്ടതാണ്. എന്തായാലും അടൂർ അനുസ്മരിക്കുമ്പോഴും സാഹിത്യകാരനിലെ MDയെയും സിനിമയിലെ MDയെയും ഒരേപോലെ വേർതിരിച്ചു കണ്ടുകൊണ്ട് വിലയിരുത്തലാണ് നേരത്തെ അടൂർ ഗോപാലകൃഷ്ണൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായത്. മലയാളിയുടെ മനസ്സിലേക്ക് ആദ്യം ഓർമ്മ വരുന്ന സാഹിത്യകാരൻ്റെ പേരാണ് MT വാസുദേവൻ നായർ. ഈ മലയാളി ഓർമ്മയ്ക്ക് സാഹിത്യ ആസ്വാദകർ എന്നോ സാധാരണക്കാരനെന്നോ എന്ന വ്യത്യാസമില്ല. അത്രമേൽ മലയാളത്തിൽ പതിഞ്ഞുപോയ പേരാണത്.